കാരുണ്യവാനായ എൻ്റെ ഈശോയെ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു. എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ. ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ. ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കെണികളും ഭേദിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ. എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ. ആമേൻ. 37-ാം സങ്കീർത്തനം. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടനില്ലെന്നാകും. അവൻ്റെ സ്ഥാനത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനെതിരെ ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചു ചിരിക്കുന്നു. അവൻ്റെ ദിവസം അടുത്തെന്ന് അവിടുന്ന് അറിയുന്നു. ദുഷ്ടർ വാളൂരുകയും വില്ലുകുലയ്ക്കുകയും ചെയ്യുന്നു. ദരിദ്രതയെ നിലംപതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയത്തെ വധിക്കാനും തന്നെ. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. ഇന്നത്തെ വചനം: നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5. രക്ഷകനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കഷ്ടതയുടെ കാലങ്ങളിൽ ഞങ്ങളുടെ കോട്ടയും അഭയവും ശക്തിയുമായിരുന്നവനെ, ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുകയും മനം നിറഞ്ഞ് സ്തുതിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ അമൂല്യമായ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ആമേൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ